ഹല്ലേലൂയ. പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം മാതാപിതാക്കളോടാണ്. ചോദ്യം: നിങ്ങൾ മക്കളെ എന്ത് ചോദിക്കാനാണ് പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും? ചോദ്യം ക്ലിയറാണ്, എന്നാലും ഒന്നുകൂടി ചോദിക്കാം. നിങ്ങൾ മക്കളെ എന്ത് ചോദിക്കാനാണ് പഠിപ്പിക്കുന്നത്? പശ്ചാത്തലം ഇതാണ്. ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ മകൾ ജന്മദിനത്തോടനുബന്ധിച്ച് ഡാൻസ് കളിച്ചു. കൊച്ച് നന്നായി പെർഫോം ചെയ്തു. ഫുൾ A+ കിട്ടി, A ഗ്രേഡ് കിട്ടി. അപ്പോൾ കൊച്ചിൻ്റെ A ഗ്രേഡ് ഡാൻസിൽ സന്തോഷിച്ച് അപ്പം പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും ചോദിച്ചോ. ഡാൻസിന് A ഗ്രേഡ് കിട്ടിയതിന് രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും ചോദിച്ചോ എന്ന ആ നിർദ്ദേശത്തിൽ തന്നെ എന്തുണ്ട്? തെറ്റുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ ഡാൻസോ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ നമുക്കൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് കിട്ടും. രാജ്യത്തിൻ്റെ പകുതിയൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഒരു പുസ്തകം കിട്ടും. ഫസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഒരു പുസ്തകം വായിച്ചോളം പറയാം. കൊച്ചു തെരേസയുടെ പുസ്തകം, ഡൊമിനിക് സാവിയോയുടെ പുസ്തകം, അതാണ് സമ്മാനമായിട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ സമ്മാനമായിട്ട് നമ്മൾ തന്നെ മക്കളോട് പറയാണ്, ഫുൾ A+ കിട്ടിയാൽ ആപ്പിളിൻ്റെ ഫോൺ മേടിച്ച് തരാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ മേടിച്ച് തരാം, അത് മേടിച്ച് തരാം, ഇത് മേടിച്ച് തരാം. തെറ്റ് ആരുടെ ഭാഗത്താണ്? അതാണ്, ആ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ എന്ത് ചോദിക്കാനാണ് പഠിപ്പിക്കുന്നത്? എന്ത് കാഴ്ചയാണ് നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുന്നത്? എന്ത് സുഖമാണ്, എന്ത് സമ്മാനമാണ് നമ്മൾ അവർക്ക് ചെറുപ്പത്തിലെ ഓഫർ ചെയ്യുന്നത്? കൊച്ചിനോട് പറയാണ്, 2 വയസ്സുള്ള കൊച്ചിനോട് പറയാണ്, ചോറ് കഴിച്ചാൽ, കുറുക്ക് കഴിച്ചാൽ കാർട്ടൂൺ കാണിച്ചു തരാം. അപ്പോൾ 2 വയസ്സാവണമെന്നില്ല അല്ലേ? അപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയിപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ പറയും, പാല് കുടിച്ചാൽ കാർട്ടൂൺ കാണിച്ചു തരാം. അതുപോലെ ആയിക്കൊണ്ട് നമ്മൾ തെറ്റായ സന്ദേശങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നു. തെറ്റായ സന്ദേശങ്ങൾ കിട്ടി അവസാനം ഈ കൊച്ചെന്ത് ചോദിച്ചു? അപ്പൻ തെറ്റായ സന്ദേശം കൊടുത്തു. അപ്പൊ കൊച്ച് ചെന്നിട്ട് അമ്മനോട് ചോദിച്ചു. അമ്മ അതിലും തെറ്റായ നിർദ്ദേശം നൽകി. എന്താണ്? യോഹന്നാന്റെ തല വെട്ടിയെടുക്കാനുള്ള നിർദ്ദേശം കൊച്ചിന് നൽകിയത് അമ്മയാണ്. തെറ്റായ ആഗ്രഹങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ കൊച്ചിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചത്. എന്ത് തീരുമാനം എടുക്കണമെന്ന് കൊച്ചിന് അറിഞ്ഞുകൂടാ. വിഷം കുത്തിവെച്ചത് ആരാണ്? ഈ അമ്മയാണ്. അമ്മയുടെ ദുഷ്ടത ഈ കൊച്ചിലേക്ക് പകരപ്പെടുകയും അത് ആ കുടുംബം മുഴുവൻ. അങ്ങനെ എന്ത് സംഭവിച്ചു? അപ്പൻ ചീഞ്ഞ് പുഴുത്ത് നശിച്ചു എന്നാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പുഴുക്കൾക്കിരയായി അപ്പം മരിച്ചു. ആ കുടുംബം വെന്തു വെണ്ണീറായി. അപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ, തെറ്റായ ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകാനുള്ള പ്രേരണകൾ നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക. അവർക്ക് ലോകത്തിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഒരു തെറ്റായ പ്രേരണയും കൊടുത്തില്ലെങ്കിലും, നമ്മളെല്ലാം നല്ലത് കൊടുത്താലും ലോകത്തിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ തിന്മയുടെ പ്രലോഭനങ്ങൾ അവരുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ തിന്മയുടെ പ്രലോഭനങ്ങൾ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അവർക്ക് ചുറ്റും ഒരു ഷീൽഡായി നിൽക്കുക എന്നതാണ് മാതാപിതാക്കളുടെ കർത്തവ്യമെന്ന് പറയുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർ തെറ്റായ ആഗ്രഹങ്ങളും തെറ്റായ ആവശ്യങ്ങളുമായി വരുമ്പോൾ അത് നിഷേധിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകണം. ഇത് വേണ്ട എന്ന് പറയാൻ, അത് നിനക്ക് ഇപ്പോൾ ഉപകരിക്കുകയില്ല, നീ അത് ചെയ്യരുത്, അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ളൊരു ധൈര്യവും മനസാന്നിധ്യവും ആർജവവും
നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ മക്കൾ ദൈവങ്ങളായി മാറും. മക്കൾ ദൈവങ്ങളായ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ പറയുന്നതല്ല നടക്കുന്നത്. ഇമ്മച്ചുറായിട്ടുള്ള പക്വതയില്ലാത്ത മക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മാതാപിതാക്കൾ ഒഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു ഒഴുക്കിൻ്റെ അപകടത്തെക്കുറിച്ചാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൻ മോളെ അത് ശരിയല്ല എന്ന് പറയേണ്ട സ്ഥലത്ത് അപ്പൻ അത് പറഞ്ഞില്ല. അമ്മ മകളെ അത് തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്മ അത് പറഞ്ഞില്ല. ഒടുവിൽ അമ്മയും അപ്പനും മകളും ആ കുടുംബം മുഴുവനും, അതുപോലെ തന്നെ അവരുടെ തിന്മയുടെ ഫലമായി ഒരു പ്രവാചകനും, അതായത് ഒരു സമൂഹവും തിന്മയിലേക്ക്, നാശത്തിലേക്ക് പോവുകയാണ്. നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ തിന്മയെ എതിർക്കേണ്ടതിന് പകരം തിന്മയ്ക്ക് വളം വെച്ചു കൊടുക്കുകയും തിന്മയെ നിശബ്ദമായി സ്വീകരിക്കുകയുമൊക്കെ ചെയ്തു പോയ സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. നന്മയെ മുറുകെ പിടിക്കാനുള്ള ധൈര്യം നമ്മൾ പ്രദർശിപ്പിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,